നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. തമിഴ് മക്കളുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് ഇന്ന് തമിഴ്നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയായ വിജയ് തന്നെയാണ്. ആ വിജയെക്കുറിച്ച് ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അയാളുടെ അവിഹിതമാണ് തൃഷ എന്ന തരത്തിലും. തൃഷയെയും വിജയെയും കുറിച്ച് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളും ആരോപണങ്ങളും ഒക്കെ ഓരോ രീതിയിൽ ഓരോ ദിവസങ്ങൾ പുറത്തേക്ക് വരുമ്പോഴും അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയെ ആകർഷിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തൻ്റെ അമ്മയെ ഒപ്പം ചേർത്ത് നിർത്തിയ വിജയുടെ മകൻ്റെ ഒരു പ്രതികരണവും നിലപാടും ഒക്കെ തന്നെയാണ്. അതായത് വിജയ് ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അതായത് അച്ഛനൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും തന്നെ സാധ്യമാക്കാം എന്നുള്ള ഒരു ഉറപ്പുണ്ടായിട്ട് പോലും ആ സുഖലോലുപതകളൊക്കെ തന്നെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് അമ്മയുടെ കണ്ണീര് വീഴാതിരിക്കുക എന്നുള്ളതാണ് തൻ്റെ നിലപാട്. അതിനാണ് താൻ നിൽക്കേണ്ടത് എന്ന തരത്തിൽ വിജയുടെ മകൻ എടുത്ത തീരുമാനങ്ങൾ അത് പലപ്പോഴും കയ്യടി നേടിയിട്ടുണ്ട്. അമ്മയോടും അച്ഛനോടും ഒരേപോലെ സ്നേഹമുള്ള മക്കൾ അമ്മയെ കൈവിടാതെ ചേർത്തു പിടിച്ചു എന്ന തരത്തിലാണ് ഈ വിഷയത്തിൽ സംസാരങ്ങൾ വരുന്നത്. എന്നാൽ മക്കൾക്ക് മാത്രമല്ല, മക്കളോടും വിജയ്ക്ക് സ്നേഹമുണ്ടായിരുന്നു എന്നതിൻ്റെ ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അതായത് ഇത്രയും കാലം ഇത്തരം വിമർശനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഈ മക്കളെയും ഭാര്യയെയും വിട്ടുപോകാൻ, അല്ലെങ്കിൽ തൻ്റെ മോശം സമയത്തൊക്കെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യയെയും സംഗീതയെയും അതുപോലെ തന്നെ മക്കളെയും വിട്ടുപോകാൻ വിജയ്ക്ക് എങ്ങനെ സാധിച്ചു? അങ്ങനെ സ്വന്തം കുടുംബത്തെ പോലും ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിക്ക് പിറകെ പോയിട്ടുള്ള വിജയ് എങ്ങനെയാണ് ഒരു നാട് ഭരിക്കുന്നത്? ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ എങ്ങനെ അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള വിമർശനങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് വിജയ്ക്ക് തൻ്റെ മക്കളോടുണ്ടായിട്ടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം എത്രയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. മക്കളും സംഗീതയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അച്ഛന് മക്കളോടുണ്ടായിരുന്നത് ഒരു ഫേക്ക് സ്നേഹമായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഭാര്യയെയും മക്കളെയും വേദനിപ്പിച്ച് തൃഷയ്ക്കൊപ്പം മുന്നോട്ട് പോകുന്ന വിജയ്ക്ക് വലിയ രീതിയിൽ വിമർശനങ്ങളും ട്രോളുകളും നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ നടന് തൻ്റെ മക്കളോടുണ്ടായിട്ടുള്ള ഈ സ്നേഹത്തിൻ്റെ ആഴം എത്രത്തോളം വ്യക്തമാകുന്നു എന്ന തരത്തിൽ നടി ലക്ഷ്മണ ചില പ്രതികരണങ്ങൾ ഇപ്പോൾ നടത്തുന്നത്. ഈ പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ശിവകാശിയിൽ വിജയ്ക്കൊപ്പം ലക്ഷണ എന്ന് അറിയപ്പെടുന്ന കൃഷ്ണ സജിത്ത അഭിനയിച്ചിരുന്നു. ആ സമയത്തുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിജയ്ക്ക് എത്രമാത്രം സ്നേഹം ആ മക്കളോടുണ്ട് എന്ന് അവർ വ്യക്തമാക്കുന്നത്. ശിവകാശിയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് നടന് മകൾ ദിവ്യ സാഷ പിറക്കുന്നത്. ലോകം കീഴടക്കിയ വ്യക്തിയെ പോലെയായിരുന്നു അന്ന് വിജയ് സന്തോഷവാനായി നടന്നത് എന്ന് ലക്ഷണ ഓർത്തെടുക്കുന്നു. ഷൂട്ട് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മകൾ പിറക്കുന്നു. അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ഷൂട്ടിംഗ് അവസാനിക്കുന്നതിന് 3-4 ദിവസം മുൻപാണ് ഇത്തരത്തിൽ താനൊരു മകൾക്ക് അച്ഛനായി എന്നുള്ള വാർത്ത വിജയ് അറിയുന്നത്. ലാസ്റ്റ് ഷെഡ്യൂൾ നടക്കുന്ന സമയം ഞാൻ ഷോട്ടിലായിരുന്നു. ആ സമയത്ത് തിരികെ വന്നപ്പോഴാണ് അമ്മയാണ് തന്നോട് വിജയ് സാർ എന്നെ കാരവാനിലേക്ക് വിളിക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ലഡ്ഡു ഒക്കെ ആയിട്ട് അദ്ദേഹം തന്നെ സ്വീകരിക്കാനായി കാത്തിരിക്കുകയായിരുന്നു. അതീവ സന്തോഷവാനായി അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു. ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു വിജയുടെ മുഖത്ത് അന്ന് കാണാൻ സാധിച്ചത്. ലക്ഷണ, എനിക്ക് പെൺകുഞ്ഞ് പിറന്നു, ആ ഒരൊറ്റ വാക്ക് അദ്ദേഹം പറയുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നെന്നോ. വെള്ളിയാഴ്ച പെൺകുഞ്ഞ് പിറക്കുന്നത് നല്ല ഒരു രീതിയാണ് എന്നുള്ള വിശ്വാസം തമിഴ്നാടിനുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച തന്നെ എനിക്ക് പെൺകുഞ്ഞ് പിറന്നതിൽ ഞാൻ സന്തോഷവാനാണെന്ന് വിജയ് പറഞ്ഞു. ഇത്രയും പറഞ്ഞ ശേഷം അദ്ദേഹം എനിക്കൊരു ലഡു എടുത്തു തന്നു. അത്രയേറെ സന്തോഷവാനായിട്ടുള്ള വിജയ് സാറിനെ താൻ അതിനു മുമ്പ് കണ്ടിരുന്നില്ല എന്നാണ് നടി വ്യക്തമാക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് പിരിഞ്ഞു. ഇന്നും അന്നത്തെ ആ സംഭവവും സാറിൻ്റെ സന്തോഷം നിറഞ്ഞ മുഖവും എൻ്റെ മനസ്സിൽ നിറയുകയാണ്. അതുപോലെ തന്നെ അത്തരത്തിൽ അച്ഛൻ ആ ഒരു മകളെ ചേർത്ത് പിടിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്തെടുക്കുകയാണ്. ഇത്രയേറെ മകളെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണോ ഇന്നലെ കണ്ട സ്ത്രീക്ക് വേണ്ടി കുടുംബത്തിൻ്റെ സന്തോഷം മുഴുവൻ തല്ലിക്കെടുത്തിയത് എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഈ ലക്ഷണയുടെ വീഡിയോയ്ക്ക് താഴെ, വൈറലാകുന്ന വീഡിയോയ്ക്ക് താഴെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യങ്ങൾ. ദിവ്യ സാഷ അമ്മയ്ക്കും ചേട്ടൻ ജെയ്സൺ സഞ്ജയ്ക്കും ഒപ്പമാണ് ഇപ്പോൾ താമസിക്കുന്നത്. വിജയുമായി 2 മക്കളും യാതൊരു വിധത്തിലുള്ള അടുപ്പവും സൂക്ഷിക്കുന്നില്ലെന്നാണ് നിലവിലത്തെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ദിവ്യയുടെ ഗ്രാജുവേഷൻ സമയത്ത്
രക്ഷകർത്താവിൻ്റെയും അച്ഛൻ്റെയും ചേട്ടൻ്റെയും സ്ഥാനം അലങ്കരിച്ചത് സഞ്ജയ് തന്നെയായിരുന്നു. തൻ്റെ ഭർത്താവുമായി ബന്ധം പുലർത്തുന്ന നടി അടിക്കടി സോഷ്യൽ മീഡിയയിൽ ഇടുന്ന പോസ്റ്റുകൾ തന്നെയും മക്കളെയും ബുദ്ധിമുട്ടിക്കുന്നു എന്നതും മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു എന്നതും സംഗീത ഒരിക്കൽ പറഞ്ഞിരുന്നു. വിവാഹമോചന ഹർജിയിൽ പറഞ്ഞ ആ കാര്യങ്ങൾ കൂടെ കണക്കിലെടുത്താണ് ഇപ്പോൾ തൃഷയ്ക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നത്. മകളെ സ്നേഹിക്കുന്ന അച്ഛൻ ചെയ്യുന്ന പ്രവൃത്തിയല്ല വിജയ് ഇത്തരത്തിൽ ചെയ്യുന്നതെന്നും മക്കൾക്ക് മക്കൾ അനുഭവിക്കുന്ന അപമാനവും പ്രയാസങ്ങളും മനസ്സിലാക്കാൻ വിജയ് ശ്രമിക്കുന്നില്ല എന്നും ചിലർ കുറിക്കുന്നുണ്ട്. നടൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസത്തിലും സംഗീതയ്ക്കും മക്കൾക്കും ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം. അങ്ങനെ അവർ പങ്കെടുക്കാൻ എത്തുമെന്ന് നടനെ സ്നേഹിക്കുന്നവരൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും വിപരീതമായിരുന്നു കാര്യങ്ങൾ. ആ വേദിയിലേക്ക് എത്തിയത് ഈ ആരോപണ വിധേയമായിട്ടുള്ള വിജയുടെ ഉറ്റ സുഹൃത്തായിട്ടുള്ള തൃഷയായിരുന്നു. തൃഷയുടെ ആ ഒരു വരവാണെങ്കിൽ സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയതുപോലെ തന്നെ വിജയുടെ ബന്ധുക്കളും ആഘോഷമാക്കി. വിജയുടെ അമ്മയും സഹോദരങ്ങളും അടക്കം ആലിംഗനം ചെയ്തുകൊണ്ടായിരുന്നു തൃഷയ്ക്ക് ഒരു സ്വീകരണം നൽകിയത്. അമ്മയ്ക്കും സഹോദരങ്ങൾക്കുമൊപ്പം തൃഷയായിരുന്നു അന്ന് ആ വേദിയിൽ ഉണ്ടായിരുന്നത്. ഭാര്യയും മക്കളും അമ്മയും നോക്കി നിൽക്കേണ്ടുന്ന ഒരു ചടങ്ങിൽ തൃഷ, അതായത് ഇപ്പോൾ വിവാദത്തിലുള്ള വിജയുടെ കാമുകിയാണ് എന്ന് പറയുന്ന തൃഷയായിരുന്നു ഉണ്ടായിരുന്നത് എന്നത് ഏറെ ശ്രദ്ധേയം. അതേസമയം ഈ കഴിഞ്ഞ കുറച്ചു കാലമായി വിജയ്ക്കും തൃഷയ്ക്കുമെതിരെ വലിയ രീതിയിൽ ഹെയ്റ്റ് കൂടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനെ സംബന്ധിച്ചുള്ള നിരവധി വാർത്തകളും ഓരോ ദിവസവും പുറത്തു വരുന്നുമുണ്ട്. സോഷ്യൽ മീഡിയ വേട്ടയാടുന്ന സ്ത്രീയായി മാറിയിരിക്കുകയാണ് നടി തൃഷ എന്ന് വേണമെങ്കിൽ ഇന്നൊറ്റ വാക്കിൽ നമുക്ക് തൃഷയെക്കുറിച്ച് പറയാൻ സാധിക്കും. വിജയുമായി പ്രണയത്തിലാണെന്ന് ഗോസിപ്പുകൾ വന്നതിന് ശേഷമാണ് തൃഷയെക്കുറിച്ച് വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നത്. വിജയുടെ ഭാര്യ സംഗീത ഡിവോഴ്സ് പെറ്റീഷൻ നൽകിയിരുന്നത് വിജയ്ക്ക് ഒരു നടിയുമായി വിവാഹേതര ബന്ധമുണ്ട് എന്നാരോപിച്ചായിരുന്നു. ഈ നടി തൃഷയാണെന്ന് പിന്നീട് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് വാദങ്ങൾ ഉയർന്നത്. ഗോസിപ്പുകൾക്ക് ആക്കം കൂട്ടുന്ന സംഭവങ്ങൾ പിന്നീട് ഉണ്ടായതും ഈ ആരാധകർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉറച്ചു വിശ്വസിക്കാൻ കാരണമായി. എന്നാൽ തൃഷയെ ഇത്തരത്തിൽ വ്യക്തിഹത്യ ചെയ്യുന്നത് തെറ്റാണെന്ന അഭിപ്രായം നിലവിൽ ഉയർന്നു വരുന്നുണ്ട്. വിവാഹേതര ബന്ധമാണെങ്കിൽ വിജയും തൃഷയും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്. എന്നാൽ വിജയെ ആഘോഷിക്കുന്നവരാണ് തൃഷയുടെ കുടുംബം തകർത്തവൾ എന്ന രീതിയിലൊക്കെ അധിക്ഷേപിക്കുന്നത് എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. ഇതിലെ വിരോധാഭാസം നിരവധി പേർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വരുന്നുമുണ്ട്. സിനിമാ രംഗത്തുള്ളവർ പോലും തൃഷയെ ഇകഴ്ത്തി സംസാരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നടൻ പാർത്ഥിപൻ തൃഷയ്ക്കെതിരെ നടത്തിയ പരാമർശം വിവാദമായി സോഷ്യൽ മീഡിയയിൽ കയറങ്ങുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് തൃഷയ്ക്കെതിരെ സംസാരിച്ചാലുണ്ടാകുന്ന വിമർശനങ്ങൾ അറിയാവുന്നത് കൊണ്ട് പലരും മൗനം പാലിക്കുന്നു എന്നുള്ളതും ചില നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. സംഗീത പ്രധാനമായും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് വിജയ്ക്കെതിരെ. പണ്ട് പതിറ്റാണ്ടിലേറെ നീണ്ട വിവാഹബന്ധത്തിൽ താൻ നേരിട്ട വഞ്ചനയാണ് ഡിവോഴ്സ് പെറ്റീഷനിൽ സംഗീത പറഞ്ഞിരിക്കുന്ന കാര്യം. ബന്ധം കണ്ടുപിടിച്ചപ്പോൾ തനിക്ക് മുമ്പുണ്ടായിരുന്ന സൗകര്യങ്ങൾ ഇല്ലാത്തതിനെക്കുറിച്ചും സംഗീത സംസാരിച്ചു തുടങ്ങി. എന്നാൽ ഇതൊന്നും വിജയുടെ ആരാധകർ കാര്യമാക്കിയിട്ടില്ല. പകരം വിജയെ വിട്ടുപോകൂ എന്ന് തൃഷയെ ഉപദേശിക്കുക മാത്രമാണ് ചെയ്തത്. തൃഷ കാരണമാണോ സംഗീതയും വിജയും തമ്മിൽ അകന്നത് എന്നത് ഇപ്പോഴും വ്യക്തമല്ല എങ്കിൽ പോലും ഇരുവരെയും വേട്ടയാടപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സംഗീതയുമായി വിജയ് അകന്ന ശേഷമാണ് തൃഷയുടെ കടന്നുവരവ് എന്നതാണ് ഇത്തരത്തിൽ ഇവർ തമ്മിലാണ് ബന്ധം എന്ന് അവകാശപ്പെടാനുള്ള പ്രധാനപ്പെട്ട വാദം. സംഗീത ലണ്ടനിൽ തന്റെ കുടുംബത്തിനോടൊപ്പം അവിടേക്ക് പോയത് വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കി. സംഗീത ഡിവോഴ്സ് പെറ്റീഷൻ നൽകുന്നതിന് മുൻപേ തൃഷ വിജയ് ഗോസിപ്പുകൾ ശക്തമായിരുന്നു. അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിക്കൊണ്ടായിരുന്നു തൃഷ പിന്നീട് പൊതുപരിപാടികൾ പങ്കെടുക്കുന്നത് ജനങ്ങൾ ശ്രദ്ധിച്ചത്. വിജയുടെ പിറന്നാളിന് നടി മുടങ്ങാതെ ഒരുമിച്ചുള്ള ഫോട്ടോകൾ പങ്കുവയ്ക്കുന്നു. തമിഴിലും തെലുങ്കിലും മിക്ക സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പവും അഭിനയിച്ച നടിയാണ് തൃഷ. എന്നാൽ വിജയ്ക്ക് മാത്രമേ തൃഷ ഇത്തരത്തിൽ പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് തൻ്റെ ഒപ്പമുള്ള ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടുള്ള പോസ്റ്റ് പങ്കുവെക്കാറുള്ളത്. വിജയ് തൃഷ ഗോസിപ്പുകൾ സത്യമാണെന്ന വാദങ്ങൾ നാൾക്കുനാൾ ഓരോ ദിവസവും ശക്തമാകുന്നു. പ്രചരിക്കുന്ന വാദങ്ങൾ തെറ്റായിരുന്നുവെങ്കിൽ താരങ്ങൾക്ക് പരസ്യ പ്രതികരണം നടത്തി ഗോസിപ്പുകൾ അവസാനിപ്പിക്കാമായിരുന്നു എന്നാണ് ഇതിൽ പ്രധാനമായിട്ടും ഉയരുന്ന ഒരു പക്ഷം.
പ്രത്യേകിച്ചും വിജയ് രാഷ്ട്രീയത്തിൽ പ്രബല സാന്നിധ്യമായി വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല. ഡിവോഴ്സ് പെറ്റീഷന് പിന്നാലെ വിജയ് തൃഷ ബന്ധം കുറെ കൂടെ പരസ്യമായെന്ന് മാത്രമാണ് ഇതിൽ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. തമിഴകത്തെ ഹിറ്റ് ജോഡി തന്നെയാണ് വിജയും തൃഷയും. ഒരേ സമയത്ത് തന്നെയായിരുന്നു ഇരുവരും തന്റെ താരപദവികളിലേക്ക് എത്തുന്നത്. അന്നും ഗോസിപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്നതിന് ആക്കം കൂട്ടുന്ന തരത്തിൽ ചില ഇൻസിഡന്റുകൾ കൂടെ ഉണ്ടായി എന്ന് മാത്രം. 2004 ഗില്ലി എന്ന സിനിമയിലാണ് ഇവർ ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്നത്. 2008 കുരുവി എന്ന സിനിമയ്ക്ക് ശേഷം ഇവർ ഒരുമിച്ച് കുറെ കാലം സിനിമകൾ ചെയ്തിട്ടില്ല. സംഗീതയുടെയും വിജയുടെയും പിതാവ് SA ചന്ദ്രശേഖരുടെയും എതിർപ്പാണ് ഇതിന് കാരണമായിരുന്നത് എന്നതാണ് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് എത്രമാത്രം സ്നേഹം തന്റെ മക്കളോട് അയാൾക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന തരത്തിൽ ഒരു റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നത്. അതേസമയം നമ്മൾ വിജയ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്തുണ്ടായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് സ്വന്തം മക്കൾ പോലും ആ വേദിയിലേക്ക് വന്നിരുന്നില്ല എന്നുള്ളതാണ്. അത് മക്കൾ അത്തരത്തിൽ ആ വേദിയിൽ വരാത്തത് കൊണ്ട് തന്നെ ആ മക്കൾക്ക് ഒരുപാട് പിന്തുണ ലഭിച്ചുകൊണ്ട് ആളുകൾ രംഗത്തേക്ക് വന്നു. അതായത് തൻ്റെ അമ്മയുടെ കണ്ണീര് നിലത്ത് വീഴാതിരിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആ മക്കൾ വളരെ മെച്ചുവേർഡായിട്ട് എടുക്കുന്നുണ്ട് എന്ന തരത്തിലായിരുന്നു പ്രതികരണങ്ങൾ. അത്തരം പ്രതികരണങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് ഇപ്പോൾ വിജയ്ക്കും തൻ്റെ മക്കളോട് സ്നേഹമുണ്ട്, പക്ഷേ അവർക്കിടയിൽ എന്താണ് പ്രശ്നമെന്ന് അറിയില്ല എങ്കിൽ പോലും അവർ പിരിയണം എന്നുള്ളത് അവർ തമ്മിലുള്ള തീരുമാനമായിരുന്നു എന്ന തരത്തിൽ കാര്യങ്ങൾ വരുന്നത്. അതേസമയം ഇത്തരം വിഷയങ്ങളിൽ പല അഭിപ്രായങ്ങൾ വരുമ്പോഴും ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരുടെ കേസ് കൈകാര്യം ചെയ്യുന്ന വക്കീൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അവർക്കിടയിൽ എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്നത് നമുക്കാർക്കും അറിയില്ല. അതിലൊരു പോയിന്റ് മാത്രമാണ് ഈ മൂന്നാമതൊരു നടി അല്ലെങ്കിൽ മറ്റൊരു നടിയുമായിട്ട് വിജയ്ക്ക് വിവാഹിതര ബന്ധമുണ്ട് എന്ന് പറയുന്നത്. ആ ഒരൊറ്റ പ്രശ്നം കൊണ്ട് മാത്രമാണോ സംഗീത തൻ്റെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്കാർക്കും അറിയില്ല. കോടതിയിൽ പറയുന്ന വാദങ്ങളും സംഗീത ഉയർത്തുന്ന അവകാശ പ്രസ്താവനകളും എന്താണെന്ന് പോലും അറിയാത്ത നമ്മൾക്ക് എങ്ങനെ ആ ഒരു കുടുംബത്തിലെ ഇത്തരം പ്രശ്നങ്ങൾക്ക് അഭിപ്രായം പറയാൻ സാധിക്കും എന്നാണ് അവരുടെ അഡ്വക്കേറ്റ് ഒരിക്കൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ചോദിച്ചത്. ആ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന വിജയ്, തമിഴ്നാട് മുഖ്യമന്ത്രിയായ വിജയ്ക്ക് തൻ്റെ മക്കളോട് എത്രമാത്രം സ്നേഹമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലും ചില റിപ്പോർട്ടുകൾ കൂടെ പുറത്തു വരികയാണ്.